ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും കരുത്തരായ ഫോമിലുള്ള ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളാണ് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ. കഴിഞ്ഞ T20 പരമ്പരകളിലെല്ലാം നമ്മളത് കണ്ടതുമാണ്. എന്നാൽ ഇത് കാണാത്ത ചിലരുണ്ട്. സെലക്ടർമാരുടെ കുപ്പായമിട്ടിരിക്കുന്നവർ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു പോകുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ അവരുടെ പ്രവൃത്തി. അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സഞ്ജു. സ്ഥിരതയില്ല എന്ന പഴമൊഴിയുമായി സെലക്ടർമാരെ സംരക്ഷിക്കാൻ ചില മുൻ ക്രിക്കറ്റ് താരങ്ങൾ എത്തുന്നതും ഇന്ന് പതിവ് കാഴ്ചയാണ്. BCCIക്കൊപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജുവിനെതിരെ നിലകൊള്ളുമ്പോൾ ആരാധകർ സഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം സഞ്ജുവിൽ അത്രയധികം വിശ്വാസം ആരാധകർക്കുണ്ട്. അവസാനത്തെ 5 T20 മത്സരങ്ങളിൽ 3 തവണ സെഞ്ചുറി നേടിയ സഞ്ജുവിനെ ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിൽ എന്തൊക്കെ കാരണങ്ങൾ നിരത്തിയാലും അതൊന്നും മതിയാകില്ല. എന്നാൽ എപ്പോഴൊക്കെ തന്നെ BCCI തഴഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ സഞ്ജു തക്കതായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. നാളെ നടക്കുന്ന T20 വേദിയിൽ അത് കാണാൻ കഴിയും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ആരാധകർ. അതും ഡബിൾ റോളിൽ എത്തുന്ന സഞ്ജു ഇംഗ്ലണ്ട് പടയെ ഞെട്ടിച്ചിരിക്കും. അത് ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ കളിച്ച T20 പരമ്പരയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഓപ്പണർ കുപ്പായത്തിലിറങ്ങിയ പരമ്പരയിൽ സഞ്ജു അഴിഞ്ഞാടുകയായിരുന്നുവെന്ന് തന്നെ പറയാം. ലോകത്തിലെ സ്പോർട്സ് മാധ്യമങ്ങളിൽ മുഴുവൻ സഞ്ജുവിൻ്റെ ആർട്ടിക്കിളുകൾ നിറഞ്ഞു. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും വാർത്തകളിലുമെല്ലാം സഞ്ജു നിറഞ്ഞതോടെ BCCIയുടെ പോലും തലകുനിപ്പിക്കും വിധം ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരം ആദം ഗിൽക്രിസ്റ്റിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം നടക്കുന്ന വിവരം പോലും ഞാൻ അറിഞ്ഞില്ല. സഞ്ജു സെഞ്ചുറി നേടിയ കാര്യം വാർത്തകളിൽ കണ്ടപ്പോൾ IPL നേരത്തെ തുടങ്ങിയോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. സഞ്ജു ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇത് BCCI മെൻഷൻ ചെയ്ത് പലരും ഷെയർ ചെയ്തു. സഞ്ജുവിൻ്റെ പ്രധാന എതിരാളിയായി BCCI എന്നും മുന്നിൽ വയ്ക്കുന്നത് ഋഷഭ് പന്തിനെയാണ്. എന്നാൽ ഇവിടെ ഏകദിന മാച്ചുകളിലെ 2 പേരുടെയും വ്യക്തിഗത പ്രകടനങ്ങൾ ഒന്ന് വിശകലനം ചെയ്താൽ പോലും അവിടെ തട്ട് താഴ്ന്നു നിൽക്കുക സഞ്ജുവിൻ്റെതാകും. അതേസമയം ഇവിടെ KCA സഞ്ജുവിനോട് കാണിച്ച അനീതിയും ആരാധകർ ചോദ്യം ചെയ്യുകയാണ്. വിജയ് ഹസാരെ ട്രോഫിക്കുള്ള പരിശീലനത്തിന് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചുകൊണ്ട് സഞ്ജു മെയിൽ അയച്ചിരുന്നു. എന്നാൽ പിന്നീട് കളിക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് സഞ്ജു വീണ്ടും മെയിൽ അയച്ചു. പക്ഷേ പരിശീലനത്തിന് പങ്കെടുക്കാത്തവരെ ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് KCA വിധി എഴുതി. ഏകദിന ടീമിനായുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകമായ ടൂർണമെന്റിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞ KCAയുടെ നീക്കത്തെ എതിർത്തുകൊണ്ട് മുൻ മലയാളി താരങ്ങൾ പോലും രംഗത്തെത്തി. എന്തായാലും ഇവർക്കെല്ലാമുള്ള മറുപടി നാളെ ഗ്രൗണ്ടിൽ സഞ്ജു നൽകും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയുള്ള T20 പരമ്പരയിലേതെന്നപോലെ ഇവിടെയും ഓപ്പണർ റോളിൽ തന്നെയാകും സഞ്ജു ഇറങ്ങുക. അതുകൊണ്ട് തന്നെ വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും.